രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാന ഭാഗം വരെ നിങ്ങൾ കേൾക്കണം. ആദ്യം രാധാജിയുടെ പാദങ്ങളും അതിലെ ചിഹ്നങ്ങളുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടുകൊള്ളൂ. രാധാജിയുടെ പാദവും പാദത്തിലെ ചിഹ്നവും നിങ്ങൾ കണ്ടുകൊള്ളൂ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 159ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. രാധാറാണിയുടെ പാദത്തിൻ്റെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മഹിമകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ചയാണ് രാധയുടെ പ്രണയം, വ്യാഴാഴ്ചയാണ് അഷ്ടപതി, വെള്ളിയാഴ്ചയാണ് സൗന്ദര്യ ലഹരി. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കണം. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. ഹിന്ദു
ഹിന്ദുക്കൾ അത്യാവശ്യമായി കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും അത് കേൾക്കണം. പിന്നെ ശ്രീകൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടേതുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ സർവോപരി നമുക്ക് എല്ലാ ദിവസവും രാവിലെ 5:30 മണിയാകുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് മെസ്സേജ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കൃത്യം 5:30 മണിയാകുമ്പോൾ എൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ ഉണർവോടുകൂടി പോസിറ്റീവ് എനർജിയോടുകൂടി നമുക്കൊരു ദിവസം ആരംഭിക്കാൻ അത് സഹായിക്കും. അതേ കണക്ക് തന്നെ രാധാ കവചം 2 ഉണ്ട്. അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ രാധികാ കവചം, പിന്നെ രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും അതിനിഗൂഢമായ രാധാ മാനസതന്ത്രം നമ്മുടെ അൽബ പാടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, കഠിന രാധാഭക്തനായ ഞാനെങ്ങനെ കൃഷ്ണഭക്തനായുള്ളൊരു വീഡിയോ ഉണ്ട്. നിങ്ങളത് നിശ്ചയമായും കാണണം. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളത് കാണുക. പിന്നെ രാധാറാണി എനിക്ക് ദർശനം തന്നത് എങ്ങനെ, ആ വീഡിയോ ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് തുടങ്ങാം. അമ്മേ രാധാറാണി അമ്മേ കാത്തുകൊള്ളണം. കാരണം ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അത്യധികം പ്രയോജനകരമായ ഒരു വീഡിയോയാണ്. ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. അതായത് വേറൊന്നുമല്ല, ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ നമുക്കിന്നും വലിയ ഭയമാണ്. നമ്മുടെ മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ശാസ്ത്രം നിസ്സഹായമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത്തരം മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കുന്നതിനും വന്നവർക്കാകട്ടെ അത് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുഖമാകുന്നതിനും ഉത്തമ തെളിവുകളുണ്ട്. അത് മറ്റൊന്നുമല്ല, രാധാറാണിയുടെ പാദം പൂജിക്കുക എന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ചാനലിലെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ അവർ പലരും തിരുവനന്തപുരത്തുള്ളവർ, കാസർഗോഡുള്ളവർ, അതിനകത്ത് ക്യാൻസർ ബാധിച്ചവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ രാധാറാണിയുടെ പാദപൂജയിലൂടെയാണ് രക്ഷപ്പെട്ടത് സാറേ. മരുന്ന് ചെയ്യുന്നുണ്ട്, മരുന്ന് ചെയ്യാതല്ല, മരുന്ന് ചെയ്തിരിക്കണം. അത് നമ്മുടെ പുരാണം തന്നെ പറയുന്നുണ്ട്. മരുന്ന് അതുകൊണ്ടാണല്ലോ നമ്മൾ ധന്വന്തരി മൂർത്തിയെ വെച്ചേക്കുന്നത്. അപ്പോൾ അതേസമയം ഇപ്പോൾ ആരോഗ്യമായിരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും അസുഖം വരാം. അപ്പോൾ ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ, ആ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് അത്യുത്തമമാണ് രാധാറാണിയുടെ പാദങ്ങളെ പൂജിക്കുന്നത് എന്ന് മാത്രവുമല്ല, ധനമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ധനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ധനം ഉറപ്പായിട്ടും കിട്ടും. രാധാറാണിയുടെ പാദങ്ങളെ വളരെ ഭക്തിപൂർവം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ പൂജിക്കുക ആണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും.
അതേ കണക്ക് തന്നെയാണ് സന്താനഭാഗ്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഈ ട്രീറ്റ്മെൻറ്റ് ഫെയില്യൂർ ആയിട്ടുള്ളവർ പോലും, അതായത് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്, ഇനിയൊക്കെ ഭഗവാന്റെ കയ്യിലാണ്, ഞങ്ങൾ പരാജയപ്പെട്ടിടത്ത് പലപ്പോഴും ദൈവം വിജയിക്കാറുണ്ട്. അങ്ങനെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസുകൾ രാധാറാണിയുടെ പാദം പൂജിക്കുകയും ആ രാധാറാണിയുടെ പാദ പൂജയിലൂടെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്ത അത്ഭുത കഥകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ പ്രപഞ്ചം തന്നെ ഒരു അത്ഭുതമല്ലേ? അപ്പം മാരക രോഗങ്ങൾ വരാതിരിക്കാൻ, രോഗം വന്നവർക്കത് ഭേദമാകാൻ, ധനം കിട്ടുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവിധ ഐശ്വര്യവും, ധാന്യ സമൃദ്ധി, പിന്നെ മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് അത് നടക്കാൻ വേണ്ടി, അതേ കണക്ക് നമുക്ക് സർവ്വതിനും എന്താ പറയേണ്ടത്, അതിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ അറിയില്ല. സന്താന ഭാഗ്യത്തിന് സകലതിനും അത്യുത്തമമായ ഒരു ഔഷധമാണ് രാധാറാണിയുടെ പാദപൂജ എന്ന് പറയുന്നത്. വൈഷ്ണവ വിശ്വാസത്തിൽ അതീവ പവിത്രവും അതീവ ദിവ്യവുമാണ് ഏതെന്ന് പറയുന്നത് രാധാറാണിയുടെ പാദങ്ങൾ എന്ന് പറയുന്നത്. ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും അവസാനത്തെ അഭയസ്ഥാനമാണ് ഏത് രാധാറാണിയുടെ പാദപൂജ എന്ന് പറയുന്നത്. ഭക്തർക്ക് കൃഷ്ണപ്രേമം ലഭിക്കാനുള്ള എളുപ്പ വഴിയാണ് രാധാപാദങ്ങളെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. അത് വളരെ ആലോചിക്കുക. കൃഷ്ണപ്രേമം കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി രാധാറാണിയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കുക എന്നാണ്. കാരണം രാധാറാണിയുടെ പാദങ്ങൾ കൃഷ്ണന് സ്വന്തം പാദങ്ങളെക്കാൾ പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ രാധാറാണിയുടെ പാദങ്ങൾ പൂജിച്ചാൽ മാത്രം മതി. ആ നിമിഷം കൃഷ്ണൻ പ്രസന്നനായിരിക്കും. ശുദ്ധമായ ഭക്തി രാധാപാദം പൂജിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവന് കൃഷ്ണന്റെ പ്രേമം, കൃഷ്ണന്റെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ രാധാറാണിയെയും പൂജിക്കണം. രാധാറാണിയോട്, അത് രാധാഭക്തർ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ രാധാറാണിയെ മാത്രമല്ല രാധാറാണിയുടെ പാദങ്ങളെയും പൂജിക്കണം. ആ പാദങ്ങളെ പൂജിക്കുന്നതോടുകൂടിയാണ് നിങ്ങളിലേക്ക് കൃഷ്ണപ്രേമം കുതിച്ചെത്തുന്നത്. ഓർക്കുക, രാധാറാണിയെ അവഗണിച്ചുകൊണ്ട് രാധാറാണിയുടെ കഥകളും കേട്ട് ഭക്തി ഉറയ്ക്കാതെ ആരാണോ കൃഷ്ണനെ ധ്യാനിക്കുന്നത് അവര് കൃഷ്ണനാൽ വെറുക്കപ്പെടുമെന്ന സത്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചിലരിങ്ങനെ കൃഷ്ണപ്രേമമെന്നും പറഞ്ഞ് ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുകയാണ്. സത്യത്തിൽ അധോഗതിയിലേക്കാണ് അതെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. രാധാറാണിയെ നിങ്ങൾ പിടിച്ച പാദം പൂജിക്ക്, കൃഷ്ണൻ നിങ്ങളെ തേടി വരും. അപ്പൊ കൃഷ്ണനെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് രാധാറാണിയുടെ പാദങ്ങളെ പൂജിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധമായ ഭക്തി നമുക്ക് അതിലൂടെ ലഭിക്കും. രാധാറാണിയുടെ പാദങ്ങളിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, മീനുണ്ട്, പർവ്വതമുണ്ട്, താമരയുണ്ട് തുടങ്ങി 19 ദിവ്യമായ അടയാളങ്ങളുണ്ട്. ഇവ ഭക്തജനങ്ങൾക്ക് സർവ്വ സംരക്ഷണവും ആത്മസുഖവും ഭക്തിയും സർവ്വതും നൽകുന്നു. ഓർമ്മിക്കുക, ഈ ഭൂലോകത്ത് നിരവധി ദേവന്മാരും ദേവതകളുമുണ്ട്. ഈവൻ കൃഷ്ണന്റെ പാദത്തിൽ പോലും രാധാറാണിയുടെ പാദത്തിൽ ഉള്ളത്ര ദിവ്യമായ അടയാളങ്ങളില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിലും അടയാളമുണ്ട്. പക്ഷേ രാധാറാണിയുടെ പാദങ്ങളിൽ ഉള്ള അത്രയും അടയാളങ്ങൾ കൃഷ്ണന്റെ പാദങ്ങളിലുമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ദേവന്റെയും ഒരു ദേവിയുടെയും പാദങ്ങളിലില്ല. അപ്പൊ ദിവ്യമായ അടയാളങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദിവ്യമായ അടയാളങ്ങൾ ഉള്ളത് രാധാറാണിയുടെ പാദങ്ങളിലാണെന്ന് പറയുമ്പോൾ തന്നെ ദേവന്മാരിലും ദേവിമാരിലും നമ്പർ 1 എന്ന് പറയുന്നത് രാധാറാണിയാണെന്ന് അറിയുക. വൃന്ദാവനത്തില്
രാധാറാണിയുടെ പാദങ്ങൾ സാധാരണയായിട്ട് മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ അത് മറച്ചു വയ്ക്കും. കാർത്തിക മാസത്തിലെ ആമല നവമി പോലുള്ള വളരെ അപൂർവമായ ചില അവസരങ്ങളിൽ മാത്രമേ ഈ പാദം പൊതിഞ്ഞിരിക്കുന്നത് മാറ്റി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുകയുള്ളൂ. അന്നങ്ങും അടുക്കാൻ പറ്റത്തില്ല. രാധാറാണിയുടെ പാദം കാണിക്കുന്ന ആ സമയത്തൊക്കെ അവിടെ ജനലക്ഷങ്ങളാണ് വന്ന് മറിയുന്നത്. കൃഷ്ണൻ തന്നെ സ്വയം രാധാറാണിയുടെ പാദങ്ങളിൽ അലങ്കാരങ്ങൾ ചാർത്തുന്ന ആളാണ്. രാധാറാണിയുടെ പാദത്തിൽ ചരണ ചെഞ്ചാറ് പുരട്ടുന്നവരാണ്. രാധാറാണിയുടെ പാദം കൃഷ്ണനെടുത്ത് തലയിൽ വയ്ക്കുന്നു. പിന്നെ എന്തുകൊണ്ട് രാധാറാണിയെ മാറ്റി നിർത്തിക്കൊണ്ട് കൃഷ്ണനെ പൂജിപ്പിക്കുന്ന മൂഢാത്മാക്കളെ നിങ്ങൾക്കത് ചെയ്തുകൂടാ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും രാധാറാണിയുടെ പാദത്തെ പൂജിക്കുന്നു. രാധാറാണിയുടെ പാദങ്ങളിൽ അലങ്കാരങ്ങൾ ചാർത്തുന്നു. രാധാറാണിയുടെ പാദങ്ങളിൽ ചരണ ചെഞ്ചാറ് പുരട്ടുന്നു. രാധാറാണിയുടെ പാദമെടുത്ത് സ്വന്തം ശിരസിൽ വയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ചില ആൾക്കാര് രാധാറാണിയെ മറന്നിട്ട് കൃഷ്ണനെ സ്നേഹിക്കും. ഒരിക്കലും ആരെ കിട്ടില്ല, കൃഷ്ണനെ കിട്ടില്ല. ശിവഭഗവാൻ പോലും രാധാ സഹസ്രനാമം ജപിച്ചിട്ടാണ് സംഹാരവും, ബ്രഹ്മാവ് രാധാ സഹസ്രനാമം ജപിച്ചിട്ടാണ് സൃഷ്ടിയും, മഹാവിഷ്ണു രാധാ സഹസ്രനാമം ജപിച്ചിട്ടാണ് ഈ ഭൂമിയെ പരിപാലിക്കുകയും ചെയ്യുന്നത്. ഈ സത്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ദേവന്മാരുടെ ദേവനാരെന്ന് ചോദിച്ചാൽ രാധാറാണി, ദേവിമാരുടെ ദേവി ആരെന്ന് ചോദിച്ചാലും രാധാറാണി. കാരണം ദേവനായും ദേവിയായും വന്നിരിക്കുന്നത് സർവ പുല്ലിംഗങ്ങളും സർവ സ്ത്രീലിംഗങ്ങളും ആരാകുന്നു? രാധാറാണിയാകുന്നു എന്ന സത്യം അറിയുക. അപ്പോൾ കൃഷ്ണൻ പോലും രാധാറാണിയുടെ പാദങ്ങളെ പൂജിക്കുന്നു എന്ന് നമ്മുടെ പുരാണങ്ങൾ എടുത്തു പറയുന്നു. ആരാണോ രാധാറാണിയുടെ പാദങ്ങൾ എന്നും ഓർക്കുന്നത് ആ ഭക്തന് ആത്മീയ ശാന്തിയും കൃഷ്ണനോടുള്ള പ്രേമഭക്തിയും വർദ്ധിക്കും. ഓർമ്മിക്കുക, കൃഷ്ണനോടുള്ള പ്രേമഭക്തി വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം രാധാറാണിയുടെ പാദങ്ങളെ പൂജിക്കുക എന്നതാണ്. മംഗളകരമായ ചിഹ്നങ്ങൾ ഇടത് കാലിൽ 8 എണ്ണമാണ് രാധാറാണിക്കുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. 11 മംഗളകരമായ ചിഹ്നങ്ങൾ ഇടത് കാലിലും 11 മംഗളകരമായ ചിഹ്നങ്ങൾ ഇടത് കാലിലും 8 മംഗളകരമായ ചിഹ്നങ്ങൾ വലത് കാലിലും, അങ്ങനെ 19 മംഗള ചിഹ്നങ്ങൾ ഉണ്ടെന്ന് ശ്രീ രൂപ ഗോസ്വാമിയുടെ ഉജ്ജ്വല നീലമണി എന്ന പുസ്തകത്തിലും രാധാകൃഷ്ണ ഗണോപദേശ ദീപിക എന്ന പുസ്തകത്തിലും ഉണ്ട്. നിങ്ങൾ ആ പുസ്തകം എടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ മതി. ശ്രീ രൂപ ഗോസ്വാമിയുടെ ഉജ്ജ്വല നീലമണി രാധാകൃഷ്ണ ഗണോപദേശ ദീപിക ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് രാധാറാണിയുടെ ഓരോ പാദത്തിലും എന്തൊക്കെ ചിഹ്നമുണ്ടെന്നും ആ ചിഹ്നങ്ങൾ പൂജിച്ചാൽ എന്ത് കിട്ടുമെന്നും അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. രാധാറാണിയുടെ പാദങ്ങളെ പൂജിക്കുന്നവന് മോക്ഷം ഉറപ്പാണെന്നും അവൻ ഗോലോകം പ്രാപിക്കുമെന്നും അടിവരയിട്ട് പറയുന്നുണ്ട്. അടിവരയിട്ട് പറയുന്നു. രാധാറാണിയുടെ പാദങ്ങൾ പൂജിക്കുന്നവൻ ആരോ അവന് മോക്ഷമാണ്. അവൻ നിശ്ചയമായും ഗോലോകം പ്രാപിച്ചിരിക്കും. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നിശ്ചയമായിട്ടും എൻ്റെ അമ്മ എന്നെ ഗോലോകത്തേക്ക് കൊണ്ടുപോയിരിക്കും. അതുകൊണ്ട് തന്നെ രാധാറാണിയുടെ പാദപൂജ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് ബലിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ ബലി ഇടുമെന്നും പറഞ്ഞ് കാത്തിരിക്കരുതേ. അതൊക്കെ മണ്ടത്തരമാണ്. കൂടിപ്പോയാൽ ആദ്യത്തെ വർഷം മാത്രം ചെയ്യും, പിന്നെ അവരവരുടെ കാര്യങ്ങളുമായി നടക്കും. പക്ഷെ ഈ മക്കള് ബലിയൊന്നും ഇടണ്ടെന്നേ. രാധാറാണിയുടെ പാദങ്ങൾ പൂജിക്കുന്നവൻ എന്താണ് പിന്നെ, അല്ലെങ്കിൽ പൂജിക്കുന്ന സ്ത്രീക്ക് എന്താണ്? പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞാലും കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം
നിങ്ങൾക്കില്ലെങ്കിൽ ഇതൊക്കെ ഇടത് ചെവിയിലൂടെ കേട്ട് വലത് ചെവിയിലൂടെ പുറത്തേക്ക് പോവുകയേ ഉള്ളൂ. രാധേ രാധേ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്താണ് രാധാറാണിയുടെ പാദങ്ങളിലെ അടയാളങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയേണ്ടത്? ഒരു വീഡിയോ കേൾക്കുന്ന മനസ്സോടെ അല്ല ഇരിക്കേണ്ടത്. കൈകൾ കൂപ്പി ഭക്തി നിർഭരമായിരിക്കണം, ഭക്തി നിർഭരമായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട രാധേ ചാനലിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് രാധാറാണിയുടെ പാദത്തെ ആവാഹിക്കൂ, രാധാറാണിയുടെ പാദത്തെ ആവാഹിക്കൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അത്യധികം നന്മ വരുന്ന, അത്യധികം ഗുണം വരുന്ന, നിങ്ങളെ ഭക്തിയുടെ സാഗരത്തിലേക്ക് മുക്കുന്ന, ഗോലോകത്തിലേക്ക് ഉയർത്തുന്ന അതേ നമ്മുടെ രാധാജിയുടെ പാദത്തിലെ ഓരോ അടയാളങ്ങളും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ വർണ്ണിക്കാൻ പോവുകയാണ്. ഓർമ്മിക്കണേ, ഈ പ്രപഞ്ചത്തിൽ ഒരു ദേവതയ്ക്കും ഇത്രയും അടയാളങ്ങളില്ല. ഇത്രയും മംഗളകരമായ അടയാളങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനു പോലുമില്ല. അങ്ങനെയുള്ള ഒരേ ഒരു ദേവത രാധാജിയാണ്. എൻ്റെ രാധേ ചാനലിലെ പ്രേക്ഷകരെ, എന്നെ സ്നേഹിക്കുന്നവരെ, ഹൃദയത്തിലേക്ക് ആവാഹിക്കൂ, രാധാജിയുടെ പാദങ്ങൾ ആവാഹിക്കൂ, ഹൃദയത്തിൽ മന്ത്രമുരുവിടൂ. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ഒരിക്കലും ഇതൊരു വീഡിയോ കാണുന്ന രീതിയിൽ നിങ്ങൾ കാണരുതേ. ഭക്തിയോടുകൂടി കൈകൾ കൂപ്പി നമ്മുടെ രാധാജിയുടെ പാദവർണ്ണനയാണ്. നമ്മുടെ രാധാജിയുടെ ഇടതുകാല് സങ്കല്പിക്കൂ, നമ്മുടെ രാധാജിയുടെ ഇടതുകാല് സങ്കല്പിക്കൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ രോമങ്ങൾ എഴുന്നു നിൽക്കുകയാണ്. നമ്മുടെ രാധാജിയുടെ ഇടത് കാലിൻ്റെ തള്ളവിരല് സങ്കല്പിക്കൂ. അതിൻ്റെ താഴെയായി ബാർലി ധാന്യം പോലെ, ഗോതമ്പ് മണി പോലെ ബാർലി ധാന്യത്തിൻ്റെ ഒരടയാളമുണ്ട്. ഇതിനെ യവം എന്നാണ് വിളിക്കുന്നത്. യവം. ഇത് ഭക്തർക്കൊരിക്കലും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. രാധാറാണിയുടെ ഏതെങ്കിലും ഭക്തര് അന്നം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് ലോകത്താർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. രാധാജിയുടെ ഒരു ഭക്തനും അന്നത്തിന് വേണ്ടി അലയില്ല. കാരണം നമ്മുടെ രാധാജിയുടെ ഇടത് കാലിൻ്റെ തള്ളവിരലിൻ്റെ താഴെ ഗോതമ്പ് മണിയുടെ അടയാളമാണ് യവം. അത് ഉറപ്പ് നൽകുകയാണ് രാധാഭക്തന് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ഇടതുകാലിലെ തള്ളവിരലിൻ്റെ അടിയിലുള്ള ഗോതമ്പ് മണിയുടെ അടയാളം, അതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ ഡിസ്ക് ഉണ്ട്, ഒരു ചക്രമുണ്ട്. സങ്കല്പിക്കൂ. ആ ചക്രം എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാമോ? നിങ്ങളുടെ മനസ്സിനെ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന 6 ശത്രുക്കളെ നശിപ്പിക്കുന്നതാണ്. 6 ശത്രുക്കളെ. ഏതൊക്കെയാണ് 6 ശത്രുക്കള്? കാമം, കോപം, ലോഭം, മോഹം, മദം, മാത്സര്യം. കാമ, കോപ, ലോഭ, മോഹ, മദ, മാത്സര്യം തുടങ്ങിയ മോക്ഷത്തിന് തടസ്സമായ 6 ശത്രുക്കൾ രാധാജിയുടെ ഭക്തർക്ക് നിഷ്പ്രയാസമില്ലാതായി തീരും. നിഷ്പ്രയാസം. രാധാജിയുടെ പാദത്തെ പൂജിക്കുന്നവനെ ഒരിക്കലും ഈ 6 ശത്രുക്കൾക്ക് തൊടാൻ പോലും സാധിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൻ്റെ തൊട്ടു താഴെയായിട്ടൊരു കുടയുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലായ? ഇടത് കാലിലെ തള്ളവിരലിൻ്റെ താഴെ ഗോതമ്പ് മണിയുടെ അടയാളം, അതിൻ്റെ താഴെ ഒരു ചക്രം. അതാണ് കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ 10,000 കോടി ഇരട്ടി പവറുള്ള ഒരു ചക്രം. ഇതാ അതിൻ്റെ അടിയിലായിട്ടൊരു കുട. ചക്രം എന്ന് പറയും കുട.
ഇത് ലൗകികമായ സകല കഷ്ടപ്പാടുകളിൽ നിന്നും രാധാഭക്തരെ രക്ഷിക്കും. ലൗകിക ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകൾ വരും, രോഗങ്ങൾ വരും, പിന്നെ ഓരോരോ ധനമില്ലായ്മ വരും, അങ്ങനെ പല പല കഷ്ടപ്പാട്, മറ്റുള്ളവരുടെ വിരോധങ്ങൾ, അങ്ങനെ ലൗകിക ലോകത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു, അതിൽ നിന്നെല്ലാം നിങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന കുട, മോചിപ്പിച്ചു കൊണ്ടുവരുന്ന കുട. അതാണ് നമ്മുടെ രാധാജി. നമ്മുടെ രാധാജിയുടെ പാദത്തില് ആ ചക്രത്തിന്റെ അടിയിലായിട്ടുള്ള ആ കുട നമ്മളെ രക്ഷിക്കുന്നു. എൻ്റെ രാധേ ചാനൽ കാണുന്ന രാധാഭക്തരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്, പുണ്യാത്മാക്കളാണ്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സകല ലൗകിക കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാധാജി ഇതാ പാദങ്ങളിൽ കുട തുറന്നു വെച്ച്, കുട വിരിച്ചു വെച്ച് നിൽക്കുന്നു. ആ കുടയുടെ അടിയിലായി അതാ വരുന്നു ഒരു ബ്രേസ്ലെറ്റ്. കുടയുടെ അടിയിലായിട്ടൊരു ബ്രേസ്ലെറ്റ്, ഒരു വലയം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അറിയുക തന്നെ വേണം. രാധാറാണിയുടെ പാദങ്ങൾ കൃഷ്ണന്റെ കൈകളിലാണ്. പ്രിയ പ്രേക്ഷകരെ, രാധാറാണി തന്റെ പാദങ്ങൾ നിലത്ത് ചവിട്ടാൻ കൃഷ്ണൻ അനുവദിക്കുകയില്ല. അതാണ് പ്രശ്നം. പണ്ട് വൃന്ദാവനത്തിൽ വെച്ച് രാധാജിയുടെ പാദങ്ങളിൽ ഒരു മുള്ളുകൊണ്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം രാധാജിയുടെ പാദങ്ങളെ കൃഷ്ണൻ താങ്ങും. ആ പാദം നിലത്ത് ചവിട്ടാൻ, ആ പാദത്തിൽ മണ്ണ് പുരളാൻ കൃഷ്ണൻ സമ്മതിക്കില്ല. തൻ്റെ കൈകൾ കൊണ്ട് രാധാജിയുടെ പാദങ്ങൾ എന്നും ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്ന ഈ നിമിഷവും ശ്രീകൃഷ്ണൻ താങ്ങുകയാണ്. രാധാജിയുടെ പാദങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാധാജിയുടെ പാദങ്ങൾ കൃഷ്ണന്റെ കൈകളിലാണ്. അതിലൊരു മന്ദരി പറ്റാൻ പോലും സമ്മതിക്കില്ല ശ്രീകൃഷ്ണൻ. രാധാജിയുടെ പാദത്തിന്റെ നടുക്ക് നിന്നും മുകളിലേക്കൊരു രേഖ പോകുന്നുണ്ട്. ഊർധ്വരേഖ എന്ന് പറയും, ലംബം, വേർട്ടിക്കലായിട്ട്. അപ്പൊ രാധാജിയുടെ പാദത്തിന്റെ നടുക്ക് നിന്നും മുകളിലേക്കൊരു രേഖ പോകുന്നുണ്ട്. ഇത് ചൂണ്ടുവിരലിന്റെ താഴത്തെ സന്ധിയിൽ വന്ന് അവസാനിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. രാധേ ചാനലിനെ സ്നേഹിക്കുന്നവരെ, രാധാഭക്തരെ, നിങ്ങൾ കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്തയാണ് ഈ രേഖ പറയുന്നത്. പറയാമോ? ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാമോ? ഒരു മിനിറ്റ് ഞാൻ തരാം. ഊഹിച്ച് നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷം, എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അത് തന്നെയാണ് ഊഹിച്ചതെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളത് ഇട്ടേക്കണേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. എൻ്റെ രാധാജിയുടെ ഇടത് കാലിൻ്റെ പാദത്തിൻ്റെ നടുക്ക് നിന്നും മുകളിലേക്കൊരു രേഖ, ചൂണ്ടുവിരലിന്റെ താഴെ ചെന്ന് അവസാനിക്കുന്ന രേഖ, ഊർധ്വരേഖ. ഇത് തൻ്റെ ഭക്തരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഉയർത്തുന്ന രേഖ. രാധാജിയുടെ പാദങ്ങൾ പൂജിക്കുന്നവർ ഏത് കൊടും പാപിയാണെങ്കിലും രാധാജിയുടെ പാദം പൂജിക്കുന്ന നിമിഷം തൊട്ടവൻ പരിശുദ്ധനായി മാറുകയും അവനാ ജന്മം അവസാനിക്കുമ്പോൾ ലളിത സഖിയും വിശാഖ സഖിയും ഒക്കെ വരില്ലേ?
ലളിത സഖിയും വിശാഖ സഖിയുമൊക്കെ വന്ന് നമ്മളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും, ഗോലോകത്തേക്ക് കൊണ്ടുപോകും. രാധാ ഭക്തരേ, രാധാജിയുടെ പാദങ്ങൾ ധ്യാനിക്കുന്ന കൊടും പാപിക്കും ഗോലോകത്തെത്താൻ കഴിയും. ഈ ഊർധരേഖ നിങ്ങൾ എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാകണേ. ഗോലോകത്ത് പോകാനാണല്ലോ ഓരോ രാധാഭക്തന്റെയും ആഗ്രഹം. അപ്പൊ രാധാജിയുടെ പാദങ്ങൾ പൂജിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഈ ഊർധരേഖയാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഗോലോകത്ത് പോകാം, നമുക്ക് ഗോലോകത്ത് വെച്ച് കാണാം. നമ്മളെല്ലാം ഗോലോകത്തെത്തും, സംശയം ഒന്നും വേണ്ട. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, നിങ്ങൾ ഗോലോകത്തെത്തും, എത്തിയിരിക്കും. നോക്കൂ, ഞാൻ ഗോലോകത്ത് പോയതിന് ശേഷം എനിക്ക് പിന്നാലെ വരുന്ന ഓരോ രാധാഭക്തരുണ്ടല്ലോ, എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെക്കാൾ മുമ്പേ ഞാൻ പോകും. അങ്ങനെ പോയിട്ട് നിങ്ങൾക്കൊക്കെ അവസാന സമയമാകുമ്പോൾ ലളിത സഖിയോടും വിശാഖ സഖിയോടും ഒപ്പം ഞാൻ വരും. ഞാൻ വന്നിരിക്കും നിങ്ങളെ കൊണ്ടുപോകാൻ ലളിത സഖിയോടൊപ്പം ഞാൻ വരും. പ്രിയ ഭക്തരെ, ഗോലോകത്തേക്ക് പോകാൻ തയ്യാറാകൂ. രാധാജിയുടെ ഊർധരേഖ മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കൂ. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അതിനുശേഷം സർവ്വതും മതിമറന്ന് ആനന്ദ നൃത്തം ചവിട്ടി കൃഷ്ണന്റെ മന്ത്രം ജപിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. എന്റെ പ്രേക്ഷകരെ, നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തനിച്ചാണെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ ഈ മന്ത്രം പറഞ്ഞ് രാധാജിയുടെ ഊർധരേഖ സങ്കല്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യൂ. അങ്ങനെ നൃത്തം ചെയ്യുന്നവർ കമന്റ് ബോക്സിൽ ഇടണേ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഗോലോകത്തേക്ക് എത്തും. ഇനി രാധാജിയുടെ നടുവരലിൻ്റെ താഴെ താമര, വിരിഞ്ഞു നിൽക്കുന്ന താമര. ഇതെൻ്റെ രാധാജിയുടെ, നിങ്ങളുടെ രാധാജിയുടെ, നമ്മുടെ രാധാജിയുടെ സൗന്ദര്യത്തെയും അതിൻ്റെ മൃദുലതയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ആ താമര. ആ താമരയെ ധ്യാനിച്ചാൽ അതിൻ്റെ സുഗന്ധം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരെ വ്യാപിച്ചിരിക്കും. ഇതിൻ്റെ താഴെയായിട്ട് കൊടിയടയാളം, അതിനോടൊപ്പം തോരണങ്ങളുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? രാധാജിയുടെ ഭക്തർ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ഭയക്കണ്ട, അവർക്ക് ഭയത്തിൽ നിന്ന് മോചനം. രാധാജിയുടെ കഠിന ഭക്തർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഭയം വരില്ല. ഒരിക്കലും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം മനുഷ്യന് മരണഭയമാണ്. ആ മരണഭയമൊക്കെ നിസ്സാരമായി തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സുന്ദര നിമിഷത്തിന് കാത്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് മരണം ഒരു സുന്ദര നിമിഷമാണ്. എൻ്റെ രാധാജിയെ കാണാൻ അവസരം കിട്ടുന്ന നിമിഷം, ഗോലോകത്ത് പോകേണ്ട നിമിഷം. ഞാനെല്ലാം പറക്കിക്കെട്ടിയിരിക്കുകയാണ് ഗോലോകത്ത് പോകാൻ. ലളിത സഖിയും വിശാഖ സഖിയും വരുന്നത് കാണാനിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളാരും ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കരുത്, നിങ്ങൾ അല്പം പോലും വിഷമിക്കരുത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനാകുന്ന നിമിഷമാണത്. എൻ്റെ രാധാജിയുടെ അടുക്കലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്, ഗോലോകത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. എനിക്ക് ആശംസകൾ നേരുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ മരണവാർത്ത നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുമെങ്കിൽ, എനിക്കറിയില്ല കേൾക്കുമോ എന്ന്. അങ്ങനെ കേൾക്കുമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചിരിക്കണം. ചിരിച്ചുകൊണ്ട് നിങ്ങൾ നൃത്തം ചവിട്ടണം. രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. എന്നിട്ട് നിങ്ങൾ പറയണം, നമ്മുടെ ദിലീപ് സാർ ഗോലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇടയ്ക്ക് ചിന്തിക്കണം, ഇപ്പോൾ എത്തിക്കാണും. അതേ, ആ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കണം. പ്രപഞ്ചത്തില് സകല ഭയത്തിൽ നിന്നും മോചനം തരുന്നു രാധാറാണിയുടെ കാൽപാദത്തിലെ ആ കൊടിയടയാളം, അതിനോടൊപ്പമുള്ള തോരണമടയാളം. ഈ കൊടിയടയാളത്തിന്റെ താഴെയായിട്ട് വള്ളിപ്പടർപ്പുകളും പൂവും. ഓർമ്മയില്ലേ ലതാ നികുഞ്ചം, രാധാജിയുടെ ലതാ നികുഞ്ചം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ഇതിന്റെ താഴെ വള്ളിപ്പടർപ്പുകളും പൂവും. ഇത് ആ രാധാജിയുടെ പാദങ്ങളെ ആരാണോ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ഏതാഗ്രഹവും സാധിച്ചിരിക്കും. മനസ്സിലായ? അതായത് രാധാജിയുടെ പാദത്തിലുള്ള വള്ളിപ്പടർപ്പ്, ആ വള്ളിപ്പടർപ്പിന്റെ താഴെ പൂവ്. ആ പൂവെന്ന് പറയുന്നത് എന്താ, രാധാജിയുടെ സുഗന്ധം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ വള്ളിപ്പടർപ്പും പൂവും അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? രാധാജിയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ഷെൽട്ടർ, സംരക്ഷണം, അവരുടെ ഏതാഗ്രഹവും സാധിക്കും. അത് സത്യമാണ് കേട്ടോ, അത് പരമസത്യമാണ് കേട്ടോ, പരമസത്യം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഹൃദയത്തിൽ തട്ടി പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാൻ പേടിയാണ്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താണെന്നറിയാമോ? ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ സാധിച്ചു തരും രാധാജി, ഉടനെ സാധിക്കും. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട്, ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു അതിരില്ലേ? എൻ്റെ രാധാജിക്ക് എന്തെല്ലാം ജോലിയുണ്ട്. ഈ ഭൂമിയിലെ ഒരു കൃമിയായി ജീവിക്കുന്ന, അതാണ് ഈ പ്രപഞ്ചത്തിലെ ഒരു കൃമിയേക്കാൾ ചെറുതായി ജീവിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങൾക്ക് നടത്തിത്തരാൻ വേണ്ടി എൻ്റെ ഗോലോകത്തിരിക്കുന്ന രാധാജിയെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ എന്തൊരു നീചനായി പോകും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒന്നും ആഗ്രഹിക്കത്തില്ല. ആഗ്രഹിക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം മനസ്സിന് വിചാരം വന്നാൽ രാധാറാണി അത് നടത്തി തന്നിരിക്കും. അതാണ് രാധാജിയുടെ പാദത്തിലെ വള്ളിപ്പടർപ്പും പൂവും സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യവും കൂടെ മനസ്സിലാക്കുക, രാധാജിയുടെ ചെറുവിരല്, ആ ചെറുവിരലിന്റെ താഴെയായിട്ട് നമ്മൾ ആനയെ നിയന്ത്രിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അങ്കുശം അഥവാ തോട്ടി, പാപ്പാൻ്റെയൊക്കെ കയ്യിലിരിക്കത്തില്ലേ? അപ്പൊ ചെറുവിരലിന്റെ താഴെ ആനയെ നിയന്ത്രിക്കുന്ന അങ്കുശം അഥവാ തോട്ടിയുണ്ട്, അതിൻ്റെ അടയാളമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയാമോ? ഭക്തന്റെ മനസ്സാകുന്ന ആനയെ, ഭക്തന്റെ മനസ്സാകുന്ന ആനയെ നിയന്ത്രിക്കുന്നത് രാധാറാണിയാണ്. നിങ്ങൾ ഒരിക്കൽ രാധാജിയുടെ കഠിന ഭക്തനാകാൻ തീരുമാനിച്ചാൽ, രാധാജിയുടെ പാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, പിന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് രാധാജിയാണ്. ആ മനസ്സിലെ വേണ്ടാത്തതെല്ലാം കളഞ്ഞ് 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 നിങ്ങളോടൊപ്പം നിൽക്കുന്ന വേണ്ടാത്തവരെയും കളഞ്ഞ് നിങ്ങളെ ശുദ്ധി വരുത്തും. ദേ നോക്ക്, നിങ്ങൾ ഉത്തമരായ രാധാഭക്തരാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും നിങ്ങളെടുത്ത് ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ലോകം, ഇന്നത്തെ മനുഷ്യൻ കപടരാണ്. നല്ലൊരു പങ്കും കപടരാണ്. ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണും. അങ്ങനെ കള്ളത്തരമുള്ളവർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ രാധാജി തട്ടിയകറ്റും. യാതൊരു സംശയവും വേണ്ട. മനസ്സിലല്ലേ? നമ്മുടെ അടുക്കലേക്ക് ആര് വന്നാലും എന്ത് സ്നേഹം ഭാവിച്ചു വന്നത്. എൻ്റെ അടുക്കലേക്കൊക്കെ സ്നേഹം ഭാവിച്ച് എത്ര പേര് വരുമെന്നറിയാമോ? പക്ഷേ സത്യം രാധാജിക്കേ അറിയാവൂ. ഞാൻ എപ്പോഴേ പറയും, രാധാജി എനിക്കറിയില്ല, ഓരോന്നൊക്കെ സ്നേഹം ഭാവിച്ചു വരികയാണ്. നമുക്ക് യോഗ്യമല്ലെങ്കിൽ തട്ടിക്കളയണേ, ഏഴത്ത് ദൂരെ പറക്കി എറിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ആരാണ്? രാധാറാണിയാണ്. പിന്നെ രാധാറാണിയുടെ ഉപ്പൂറ്റിയില് ചന്ദ്രക്കലയുണ്ട്. ആ ചന്ദ്രക്കല ഉണ്ടല്ലോ, ഭക്തന്റെ ഏതാഗ്രഹവും സാധിച്ചു വരുന്നതാണ്. ഭക്തന്റെ ഏതാഗ്രഹവും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണെങ്കിൽ അതുവരെ സാധിച്ചു തരും. നിങ്ങളുടെ ഒരു രോഗം അത് സുഖമാകില്ല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയെന്നിരിക്കട്ടെ,
ഡോക്ടർ അവിടെ വിധി എഴുതത്തതേ ഉള്ളൂ. രാധാജി അത് സാധിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചാൽ, സിൻസിയറായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു തരും. ഏത് കഠിന രോഗവും രാധാജി മാറ്റിത്തരുമെന്നുള്ള കാര്യത്തിന്റെ ഉത്തമ ഉദാഹരണം കാണണമെങ്കിൽ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന എൻ്റെ വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ 11 അടയാളങ്ങളാണ് രാധാജിയുടെ ഇടത് കാലിലുള്ളത്. ഇനി വലത് കാലിലുള്ള അടയാളം, വലത് കാലിന്റെ തള്ളവരലിന്റെ താഴെയുണ്ടല്ലോ, ശംഖാണ്. ശംഖാണ്. എന്താണ് അതിന്റെ അർത്ഥം? തന്റെ ഭക്തരെ സകല ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കും. രാധാജിയുടെ ഭക്തർക്ക് ഒരിക്കലും ദുരിതങ്ങൾ ഉണ്ടാകില്ല. തൻ്റെ ഭക്തരെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും. അതല്ലേ, ദുരിതമുക്തരാണ് രാധാഭക്തര്. പക്ഷേ രാധാറാണിയെ സ്മരിക്കാതെ, രാധാറാണിയെ ബഹുമാനിക്കാതെ കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് സർവ്വ ദുരിതങ്ങളുമാണ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിന്റെ എല്ലാം കുറ്റം കൊണ്ട് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മണ്ടയിൽ കൊണ്ടുവച്ചു കൊടുക്കും. എന്താ പറയും? ഓ, കൃഷ്ണഭക്തർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. സത്യം, നിങ്ങൾ ഭഗവാനെ ഇങ്ങനെ ആക്ഷേപിക്കരുതേ. കൃഷ്ണൻ ആനന്ദഗായകനാണ്. കൃഷ്ണൻ തൻ്റെ ഒരു ഭക്തനെയും കഷ്ടപ്പെടുത്തത്തില്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ പേര് ദൈവം എന്നാണ്. നിങ്ങൾ രാധാറാണിയെ ഭജിക്കാതെ പോയി കൃഷ്ണനെ ഭജിക്കും, സ്വാഭാവികമായിട്ടും ദുരിതം വരും. ഉടനെ എന്താ പറയും? ഓ, കൃഷ്ണഭക്തർക്ക് എന്നും ദുരിതമാ. പിന്നെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുക കേട്ടോ. പിന്നെ ടെസ്റ്റ് പേപ്പർ ഇട്ട് വേണ്ടേ ഭഗവാന് കാര്യങ്ങൾ അറിയാൻ? അത് നമുക്ക് മനുഷ്യർക്കാ ടെസ്റ്റ് പേപ്പർ ഇട്ട് കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ ചെറുതായി കാണരുത്. നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്. രാധാറാണി ഇല്ലാതെ ആരെ കിട്ടില്ല, കൃഷ്ണനെ കിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുക. അപ്പൊ വലത് കാലിന്റെ തള്ളവിരലിന്റെ താഴെ ശംഖ് തൻ്റെ ഭക്തരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കും. ആ ശംഖിന്റെ താഴെയായിട്ട് വേൽ, ശക്തി എന്ന് പറയും. നമ്മൾ ശക്തി വേൽ എന്നൊക്കെ തമിഴ്നാട്ടിൽ പറയും. മുരുകന്റെ കയ്യിലിരിക്കുന്ന വേല് കണ്ടിട്ടില്ലേ? ആ വേല് ശംഖിന്റെ തൊട്ടടിയിലായിട്ടുണ്ട്. അത് ഓർമ്മിക്കുക, ഭക്തന്റെ ലൗകിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതാണ്. ഭക്തന്റെ, അതായത് കഠിനമായ ഭക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ലൗകിക ബന്ധങ്ങളൊക്കെ ഒരു കുഴപ്പമാണ്. ആ ലൗകിക ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിക്കും. അതായത് ആദ്യമൊന്നുമല്ല, നിങ്ങളങ്ങ് പരിപൂർണ ഭക്തരായി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗോലോകത്തേക്ക് കൊണ്ടുപോകണ്ടേ. അപ്പൊ ഈ ലൗകിക ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ അടുത്തുനിന്ന് അതെല്ലാം എടുത്തു മാറ്റുമെന്നല്ല. അതിനോടുള്ള ഒട്ടല് കുറച്ച് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ദാ ഈ ജന്മത്തെ മക്കള്, അടുത്ത ജന്മം വേറെ ആരുടെയോ മക്കളാ. മനസ്സിലായില്ലേ? അപ്പപ്പ കാണുന്നവനെ അച്ചാന്ന് വിളിക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വിഡ്ഢികളായ മനുഷ്യനത് അറിയില്ല. അപ്പപ്പ കാണുന്നവനെ അച്ഛ എന്ന് വിളിക്കുന്ന രീതിയാണ് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ അച്ഛനെ അച്ഛാന്ന് വിളിച്ചു, കഴിഞ്ഞ ജന്മം വേറെ ആരെയും അച്ഛാന്ന് വിളിച്ചു, ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പോയി അച്ഛാന്ന് വിളിക്കും. അതുപോലെ നമ്മളെ മക്കളിപ്പം നമ്മളെ അച്ഛ അമ്മ എന്ന് വിളിക്കുന്നു. ഇത് കഴിഞ്ഞ ജന്മം വേറെ ആരെങ്കിലും പോയി അച്ഛ അമ്മ എന്ന് വിളിച്ച്, ഇനി അടുത്ത ജന്മം ആരെയോ പോയി അച്ഛ അമ്മ എന്ന് വിളിച്ച്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ സത്യം നമുക്ക് രാധാജി വ്യക്തമാക്കി തരും. അതോടുകൂടി നമുക്ക് ലൗകിക ബന്ധങ്ങളിലെ ഒട്ടല് നിൽക്കും. പക്ഷെ നമ്മുടെ കർമ്മം ചെയ്യും, നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന ചെയ്യും, ഭർത്താവിന് വേണ്ടുന്ന ചെയ്യും. പക്ഷേ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തും അതിൻ്റെ അങ്ങേ ജന്മത്തും വരുന്ന ജന്മത്തും ഒക്കെ ഓരോരോ, അതെ നമ്മുടെ ഭർത്താവ് കഴിഞ്ഞ ജന്മത്ത് വേറെ ഏതോ ഭാര്യയുടെ ഭർത്താവായിരുന്നു, നമ്മൾ വേറെ ആരുടെയോ ഭർത്താവായിരുന്നു. അത് അവസാനിക്കണമെങ്കിൽ ഒടുവിൽ നമ്മൾ നമ്മുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്നത് വരെ ഓരോ സ്ത്രീയും കണ്ണി കണ്ടവന്റെ ഒക്കെ ഭാര്യയാകും, ഓരോ പുരുഷനും കണ്ണി കണ്ട സ്ത്രീകളുടെയൊക്കെ ആ ഭർത്താക്കന്മാരുമായി മാറും. അതാണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ രാധാജിയുടെ കാലിലെ ആ ശംഖിന്റെ അടിയിലെ വേല്, ശക്തി, അത് ഭക്തരുടെ ലൗകിക ബന്ധങ്ങളെ വിച്ഛേദിക്കും. എന്ന് പറഞ്ഞാൽ ലൗകിക ബന്ധവുമായുള്ള ഒട്ടല് ഇല്ലാതാക്കി തരും. അങ്ങനെ എനിക്കില്ലാതാക്കി തന്നു എൻ്റെ രാധാജി. ഞാൻ അസാധാരണമായി ലൗകിക ബന്ധങ്ങളിൽ ഒട്ടി നിന്ന ഒരാളാണെന്ന സത്യം മനസ്സിലാക്കുക. എന്നെപ്പോലെ ലൗകിക ബന്ധങ്ങളിൽ ഒട്ടി നിന്ന ഒരാൾ കാണത്തില്ല. പക്ഷേ രാധാജി അതെല്ലാം നമ്മളെ മാറ്റിത്തരും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി.
അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ ഭർത്താവും മക്കളും എല്ലാം ഉണ്ട്, അവരെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുമെന്നല്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രപഞ്ച സത്യം മനസ്സിലാകും, പിന്നെ നിങ്ങൾക്ക് ഒട്ടലില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം എന്ത് ചെയ്യും? കൃത്യമായി നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ചെറുവിരലിൻ്റെ താഴെയായിട്ടുണ്ടല്ലോ നമ്മുടെ അടുത്തതാണ് നമ്മുടെ രാധാറാണി ഉണ്ടല്ലോ, രാധാറാണിയുടെ ചെറുവിരലിൻ്റെ താഴെയായിട്ട് യജ്ഞകുണ്ഡം, അൾത്താർ, ഇതൊക്കെ അൾത്താര എന്ന് മറ്റു ജാതിക്കാരും പറയും. യജ്ഞകുണ്ഡം, അൾത്താർ എന്തിനാണെന്നറിയാമോ? ആ യജ്ഞകുണ്ഡം തൻ്റെ ഭക്തരുടെ പാപങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയാണ്. രാധാജിക്ക് അറിയാം, തന്നെ ശരണം പ്രാപിക്കുന്ന, തൻ്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന ഭക്തര് പൊയ്പോയ ജന്മത്തും ഈ ജന്മത്തും ഒക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളെ കൂട്ടത്തോടെ ദഹിപ്പിക്കാനാണ് ഈ യജ്ഞകുണ്ഡം. ആ യജ്ഞകുണ്ഡം നമ്മുടെ രാധാജി നമുക്ക് വേണ്ടി കാലിൽ ചുമക്കുകയാണ്. ആ യജ്ഞകുണ്ഡം നമ്മുടെ രാധാജി തൻ്റെ ഭക്തർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഈ രാധേ രാധേ ചാനലിലെ ഈ വീഡിയോ കണ്ട് രാധാജിയോട് ഭക്തി ഉറയ്ക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടിയാണ് നമ്മുടെ രാധാജി യജ്ഞകുണ്ഡം കാലിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കഠിന രാധാഭക്തരാണോ അതോ സാമട്ടിലിരുന്ന് കാണുന്നതാണോ? കൃഷ്ണനാണോ രാധയാണോ വലുതെന്ന് ചോദിച്ചാൽ ഒറ്റ ശ്വാസത്തിൽ രാധ തന്നെയാണ് വലുതെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ പാപവുമായ യജ്ഞകുണ്ഡത്തിൽ വീണ് ദഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, കൃഷ്ണനും നിങ്ങൾ അങ്ങേയറ്റം പ്രിയങ്കരരായി മാറിക്കഴിഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. കൃഷ്ണൻ നിങ്ങളെ ആ നിമിഷം തൊട്ടേ സ്നേഹിച്ചു തുടങ്ങൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഇതിൻ്റെ താഴെയായിട്ട് കുണ്ഡലങ്ങളാണ്, കമ്മല്, രാധാജിയുടെ കഴുത്തിലെ കമ്മലുകളാണ്. അതെന്തിനു വേണ്ടിയാണ്? കൃഷ്ണനെ ആകർഷിക്കാൻ. കൃഷ്ണൻ ഒരു നിമിഷം പോലും രാധാജിയുടെ അടുത്ത് നിന്ന് മാറാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഈ കുണ്ഡലങ്ങളുടെ ശക്തിയാണ്. അസാമാന്യമായ ആകർഷക ശക്തിയുള്ള കുണ്ഡലങ്ങളാണ്. കണ്ടിട്ടില്ലേ? കൃഷ്ണന്റെ പുറകെ ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീകളും നടക്കും. പക്ഷേ കൃഷ്ണനാകട്ടെ ആരുടെ പുറവിന് നടക്കുന്നു? രാധാറാണിയുടെ പുറവിന് നടക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീകളും കൃഷ്ണന്റെ പിന്നാലെയാണ്. പക്ഷേ കൃഷ്ണനാകട്ടെ രാധാറാണിയുടെ പിന്നാലെയാണ്. അങ്ങനെ കൃഷ്ണനെ ആകർഷിക്കുന്ന ഒന്നാണ് ഈ കുണ്ഡലം. ഈ കുണ്ഡലത്തിന്റെ താഴെയായിട്ട് ഗദ. ഈ ഗദ അടയാളം എന്തിനെ കാണിക്കുന്നു? ഭക്തരുടെ ഹൃദയത്തിലെ കാമത്തെ നശിപ്പിക്കുന്നു. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് ജയിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യം കാമമാണ്. മനുഷ്യന് മാത്രമല്ലെന്നേ, മുനിമാർക്ക് പോലും ദഹിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണില്ലേ. വിശ്വാമിത്ര മുനി പോലും തപസ് ചെയ്തപ്പോൾ മുമ്പിൽ വന്നൊരു പെണ്ണ് ഡാൻസ് കളിച്ചപ്പോൾ വീണുപോയി. പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയണോ? അപ്പൊ കാമത്തെ ജയിക്കുക വലിയ പാടാണ്. പക്ഷേ രാധാഭക്തൻ നിഷ്പ്രയാസം ജയിക്കും. നിഷ്പ്രയാസം അതിനെ മറികടക്കും. അതാണ് പ്രശ്നം. അപ്പോ രാധാജിയുടെ കാലിലെ ഗദ എന്താണ്? നമ്മുടെ മനസ്സിൽ ഉണരുന്ന കാമത്തിന്റെ മണ്ടയാട്ടിച്ച് പൊട്ടിച്ച് നമ്മളെ വീണ്ടും വീണ്ടും ലൗകിക ജീവിതത്തിൽ കെട്ടിയിടുന്ന കാമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകരെ. എന്നിട്ട് നമ്മുടെ രാധാജിയുടെ ചൂണ്ടുവിരല്, നടുവിരല്, മോതിര വിരല്, ചെറുവിരല്, ഇതിന്റെ അടിയിലുണ്ടല്ലോ പർവ്വതത്തിന്റെ അടയാളമുണ്ട്. ഇത്രയിന്റെ അടിയിൽ ആലോചിക്കുക. രാധാറാണിയുടെ ചൂണ്ടുവിരല്, നടുവിരല്, മോതിരവിരല്, ചെറുവിരല്, ഇതിന്റെ അടിയിൽ പർവ്വതത്തിന്റെ ചിഹ്നമുണ്ട്. ഗോവർദ്ധന പർവ്വതം. രാധാജിക്ക് സംരക്ഷണം ഒരുക്കാൻ, രാധാജിക്ക് മാത്രമല്ല രാധാഭക്തർക്കും സംരക്ഷണം ഒരുക്കാൻ. അതില് രാധാജിയുടെ അടുക്കലേക്ക് പോലും ആർക്കും വരാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും വരാൻ പറ്റില്ല. കാരണം രാധാജിയുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോവർദ്ധനമാണ്. ഗോവർദ്ധനത്തിന്റെ ഒരംശം അടർന്ന് പെടലി കടിച്ചാലുണ്ടല്ലോ, പെടലി തൂങ്ങി ഇങ്ങനെ നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാധാഭക്തരെയും സംരക്ഷിക്കുന്നത് ഗോവർദ്ധനമാണ്. ഓർമ്മിക്കുക, ഓരോ രാധാഭക്തനും ഗോവർദ്ധനത്തിന്റെ സംരക്ഷണത്തിലാണ്. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട്, ഗോവർദ്ധനത്തിന് പരിക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾ വൃന്ദാവനം കണ്ടിട്ടുണ്ടെന്ന് പറയരുതേ, ഒരിക്കലും പറയരുതേ. ഇവിടെ പലരും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ വൃന്ദാവനത്തിൽ പോയി.
അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ ഗോവർദ്ധനത്തിന് പരിക്രമണം നടത്തിയോ? ഇല്ല സാറേ. പിന്നെ എന്തിനങ്ങോട്ട് പോയത്? ഇവിടുന്ന് തൂക്കിക്കെട്ടി പാണ്ടക്കെട്ടുമായിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോയത്? നമ്മുടെ രാധാജിയുടെ പാദങ്ങളെപ്പോലും സംരക്ഷിക്കുന്നതെന്ന് മാത്രമല്ല, രാധാജിക്ക് ഗോലോകത്ത് കൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയം ഗോവർദ്ധനമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഭൂമിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ രാധാജി വച്ച ഒരേ ഒരു കണ്ടീഷൻ ഇതാണ്, ഗോവർദ്ധനം വേണം. കൃഷ്ണ, ഞാൻ ഭൂമിയിലേക്ക് വരാം, പക്ഷെ ഗോവർദ്ധനം ഉണ്ടായിരിക്കണം. ഗോവർദ്ധനമില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹത്തിന് ഞാൻ എന്തെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ? ഗോവർദ്ധനത്തെ ഞാൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊക്കെ വൃന്ദാവനത്തിൽ പോയെന്ന് വെറുതെ അഭിമാനിക്കരുതേ. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട്, ഗോവർദ്ധനത്തിന് പരിക്രമണം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ടില്ല. കാരണം ഗോവർദ്ധനത്തെ ബഹുമാനിക്കാതെ നിങ്ങൾ അവിടം വരെ പോയത് എന്തിനാണ്? എന്തിനാണ്? അടുത്ത വട്ടം പോയി ഗോവർദ്ധനത്തിന് പരിക്രമണവും കൂടെ വെച്ചിട്ട് വരും. ചിലർ പറയും, ഞങ്ങളുടെ കയ്യിൽ സമയമില്ലായിരുന്നു, ദിവസമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു 365 ദിവസമുണ്ട്. വല്ലപ്പോഴും ഇത്രയും പൈസ ചെലവാക്കി അവിടം വരെ പോയിട്ട് ഒന്ന് കണ്ട് ഇങ്ങനെ തൊഴുത് വരാനാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പോകുന്നത്? വൃന്ദാവനത്തിൽ നിങ്ങൾക്ക് സമയം ഉള്ളപ്പോഴേ പോകാവൂ. സമയം ഉള്ളപ്പോൾ പോയി നല്ല വൃത്തിയായിട്ട് ഗോവർദ്ധനത്തെ പരിക്രമണം വെച്ച് തന്നെ നിങ്ങൾ വരണം. അപ്പൊ രാധാജിയുടെ പാദങ്ങളിൽ തള്ളവിരലൊഴിച്ച് സകല വിരലിന്റെ അടിയിലും ഏതിന്റെ അടയാളമുണ്ട്? ഗോവർദ്ധന പർവ്വതത്തിന്റെ അടയാളമുണ്ട്. ഈ ഗോവർദ്ധനം രാധാജിയെയും സംരക്ഷിക്കുന്നു, രാധാജിയുടെ പാദങ്ങളെ സംരക്ഷിക്കുന്നു, രാധാ ഭക്തരെയും സംരക്ഷിക്കുന്നു. അതിൻ്റെ അടിയിലായിട്ട് രഥമുണ്ട്. ഈ ഗോവർദ്ധനത്തിന്റെ അടിയിലായിട്ട് രഥത്തിന്റെ ചിഹ്നമുണ്ട്. അതായത് ഭക്തി ജീവിതത്തിൽ ഭക്തരെ മുക്തരാക്കാൻ സഹായിക്കുന്നതാണ് ഈ രഥം. ഈ രഥത്തിൽ കയറി നിങ്ങൾക്ക് ഗോലോകത്തേക്ക് പോകാം. രാധാജിയുടെ പാദങ്ങളെ ആരാണോ പൂജിക്കുന്നത് അവനെ ഭക്തിയുടെ ഉന്നതിയിലേക്ക് ഈ രഥത്തിൽ കയറ്റി രാധാജി കൊണ്ടുപോകുകയും ഭക്തിയുടെ രാധാഭക്തിയുടെ ഉന്നതിയിലെത്തി രാധാറാണി എന്ന പേര് തന്നെ രോമാഞ്ചമുളവാക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രഥം നിങ്ങളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും. ഇനി രാധാജിയുടെ ഉപ്പൂച്ചിയാണ് ഒടുവിലായിട്ട്. വലത് കാലിലെ 8ാമത്തെ അടയാളമാണ്. അങ്ങനെ 19 അടയാളം പൂർത്തിയാവുകയാണ്. രാധാജിയുടെ ഉപ്പൂച്ചിയിൽ മീനിന്റെ അടയാളമുണ്ട്. രാധാജിയുടെ ഉപ്പൂച്ചിയിൽ എന്തുണ്ട്? മീനിന്റെ അടയാളമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ജലമില്ലാതെ മീനിന് ജീവിക്കാൻ കഴിയില്ല. ജലമില്ലാതെ മീനിന് ജീവിക്കാൻ കഴിയില്ല. കൃഷ്ണനില്ലാതെ രാധയ്ക്കും രാധയില്ലാതെ കൃഷ്ണനും ജീവിക്കാൻ കഴിയില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രാധാജി അതായത് നിങ്ങളെല്ലാവരും കൃഷ്ണനെ പ്രേമിക്കുന്നു എന്ന് പറയും. എവിടെ? നിങ്ങൾ യഥാർത്ഥ കൃഷ്ണഭക്തരാണെങ്കിൽ അതികടന്ന് നിങ്ങൾ കൃഷ്ണനെ പ്രണയിക്കുന്നുവെങ്കിൽ സകലതും കളയേണ്ടി വരും. വീട്ടിൽ കെട്ടിയവരെയും വെച്ച് മക്കളെയും വെച്ച് സ്നേഹിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃഷ്ണനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ കപടഭക്തിയാണ്. ഇവിടെ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനില്ലാതെ ഒരു മിനിറ്റ് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. രാധാജിയുടെ അടുക്കലേക്ക് ഭൂമിയിൽ ജന്മമെടുത്തല്ലോ ഏതെങ്കിലും ഒരുവൻ രാധാജിയുടെ അടുത്ത് എന്നെ രാധാജിയെ സ്നേഹമാണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടോ? കൃഷ്ണന്റെ 4 ചുറ്റും ഗോപികമാര് വളഞ്ഞിട്ടുണ്ട്. പക്ഷേ രാധയുടെ അടുക്കലെങ്ങാണ് ഏതെങ്കിലും ഗോപന്മാര് വന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരാൾ പോലും വന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് സാധ്യമേ അല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ രാധാജി എന്ന് പറയുന്നത്. അപ്പൊ രാധാജിയെ സംബന്ധിച്ചിടത്തോളം കാലിന്റെ ഉപ്പൂച്ചിയുടെ അടിയിൽ മീനിന്റെ അടയാളമുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, ജലമില്ലാതെ ആർക്ക് ജീവിക്കാൻ കഴിയില്ല മീനിന്. അതുപോലെ മീനില്ലാതെ ആർക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ജലമില്ലാതെ മീനിന് ജീവിക്കാൻ കഴിയില്ല.
അതുപോലെ കൃഷ്ണനില്ലാതെ രാധയ്ക്കും രാധയില്ലാതെ കൃഷ്ണനും പറ്റില്ല. ഇതാണ് രാധാജിയുടെ 19 ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഇടത് കാലിലെ 11ഉം വലത് കാലിലെ 9ഉം. ഓർമ്മിക്കുക, രാധാഭക്തൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടത് എന്താണ്? രാധാജിയുടെ പാദത്തിന്റെ നടുക്ക് നിന്ന് മുകളിലേക്ക് പോകുന്ന ഏതാണ്? ഊർധ്വരേഖ. രാധാജിയുടെ പാദത്തിന്റെ നടുക്ക് നിന്നും മുകളിലേക്ക് ചൂണ്ടുവിരലിന്റെ താഴേക്ക് പോകുന്ന ഊർധ്വരേഖയെ കുറിച്ചാണ് എൻ്റെ പ്രേക്ഷകരെ. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ ഊർധ്വരേഖ വേണം. കാരണം അതാണ് നമ്മളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥനയിൽ രാധാജിയുടെ പാദങ്ങൾ സ്മരിക്കുക. എന്നിട്ട് എപ്പോഴും രാധാജിയുടെ മന്ത്രം ജപിക്കുമ്പോൾ രാധാജിയുടെ പാദത്തിൽ നിന്നുള്ള ഒരു രേഖ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി ആ ചൂണ്ടുവിരലിന്റെ നടുക്ക, ചൂണ്ടുവിരലിന്റെ അറ്റത്ത് ചെന്ന് അവസാനിക്കുന്നത് നിങ്ങൾ ധ്യാനിക്കുക. നിശ്ചയമായും നിങ്ങൾ ഗോലോകത്തെത്തും. നിശ്ചയമായും നിങ്ങൾ ഗോലോകത്തെത്തും. അതിനു മുന്നേ ഞാനെത്തും, അതിനു മുന്നേ ഞാനെത്തും. എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ ഞാൻ വരാം, ഞാൻ വരാം. ലളിത സഖിയും വിശാഖ സഖിയും ഒക്കെ ആയിട്ട് ഞാൻ വരാം. രാധേ രാധേ ചാനൽ കാണുന്ന കണ്ടാ പോരാ, കഠിന രാധാഭക്തര്, കഠിന രാധാഭക്തര്. കൃഷ്ണനാണോ രാധയാണോ വലുതെന്ന് ചോദിച്ചാൽ രാധ തന്നെയാണ് വലുത്, രാധ തന്നെയാണ് സർവസ്വമെന്ന് പറയാൻ നെഞ്ചുറപ്പുള്ളവരെ, നിങ്ങൾക്ക് പോകാൻ സമയമാകുമ്പോൾ ലളിത സഖിയോടും വിശാഖ സഖിയോടുമൊപ്പം ദിലീപ് സാറ് വരും, ദിലീപ് സാറ് വരും. വന്നിട്ട് നമുക്കെല്ലാം കൂടെ ഉല്ലസിച്ച് നമുക്ക് ഗോലോകത്തേക്ക് പോകാം, നമുക്ക് ഗോലോകത്തേക്ക് പോകാം. വാ, നമുക്കെല്ലാം കൂടെ ഒന്നിച്ചു പോകാം ഗോലോകത്തേക്ക്. അതിനു മുമ്പ് ഓർമ്മിക്കുക, ദിലീപ് സാറ് മരിച്ചു എന്ന് കേട്ടാൽ ആരും സങ്കടപ്പെടരുത്, ആരും സങ്കടപ്പെടരുത്. സങ്കടപ്പെടരുതെന്ന് മാത്രമല്ല, ആനന്ദ നൃത്തം ചവിട്ടണം, ആനന്ദ നൃത്തം ചവിട്ടണം. നിങ്ങൾ പറയണം, നമ്മുടെ സാരദാ ഗോലോകത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ലളിത സഖിയോടും വിശാഖ സഖിയോടുമൊപ്പം ചിലപ്പോ സാക്ഷാൽ രാധാജി തന്നെ ആയിരിക്കും വന്ന് കൊണ്ടുപോകുന്നത്. സാർ ഇപ്പൊ അവിടെ എത്തിക്കാണും. അതുകൊണ്ട് എന്റെ മരണ വാർത്ത അറിഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടരുതേ. ആനന്ദ നൃത്തം ചവിട്ടണേ, ആനന്ദ നൃത്തം ചവിട്ടണേ. ആരെങ്കിലും ആർക്കെങ്കിലും എന്നെ ആ ഒരവസ്ഥയിൽ, മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കാണാൻ ഒരു അവസരം വന്നാൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കരയുകയല്ല വേണ്ടത്, പകരം നിങ്ങൾ ജപിക്കണം. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.